കേന്ദ്രത്തിൻ്റെ കടം 169 ലക്ഷം കോടിയാണ്, ഞങ്ങളുടെ കടം 4 ലക്ഷം കോടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് പറയാറുള്ളത്. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ കടം മാത്രമായിട്ടും ചെല്ലയ്യ തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കമ്പൈൻഡ് ഡെറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് അതിനകത്ത് നമുക്ക് കാണാം. എന്താണ് ഈ കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറയുന്നത്? സംസ്ഥാനങ്ങളുടെ കടവും കൂടി കേന്ദ്രത്തിൻ്റെ കടത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തിൻ്റെ കടം മാത്രം എടുത്താൽ ഉള്ളതിനേക്കാൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ കടവും സാമാന്യം ചെറുതായിരിക്കും. അങ്ങനെ ചെറുതായിരിക്കുന്ന കടത്തിൻ്റെ കൂടെ സംസ്ഥാനങ്ങളുടെ കടം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് വളരെ വലുതാകും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ അദ്ദേഹം തന്നിരിക്കുന്ന ചില എക്സാമ്പിൾസ് മാത്രം ഞാൻ പറഞ്ഞു തരാം. 1990-91 കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ മാത്രം ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDPയുടെ 8.34%. നമ്മൾ ഓർക്കണം, ഇപ്പോൾ നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് FRBM ആക്ട് അനുസരിച്ച് GDPയുടെ 3% കൂടാൻ പാടില്ല ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അത് അങ്ങനെ കൺട്രോൾ കൊണ്ടുവന്നതിന് ശേഷം എന്നിട്ടും ഇപ്പോൾ സീതാരാമൻ അവതരിപ്പിച്ച ഇന്നലത്തെ ബജറ്റിൽ അത് 5.1 ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ കടം ചെറുതല്ല, വലുത് തന്നെയാണ്. ഇനി ആ വർഷത്തെ കമ്പൈൻഡ് ഡെറ്റ് എത്രയാണെന്ന് നോക്കാം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ധനക്കമ്മി. അതായത് കേന്ദ്രത്തിൻ്റെ മാത്രം ധനക്കമ്മി 90-91, അതായത് നമ്മൾ കടക്കണിയിലേക്ക് പോകാൻ തുടങ്ങിയ ആ വർഷം കേന്ദ്രത്തിൻ്റെ മാത്രം ധനക്കമ്മി 8.34%. കമ്പൈൻഡ് ധനക്കമ്മി 9.88%. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് കേന്ദ്രത്തിൻ്റെ മാത്രം കടം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കടത്തിൻ്റെ ഒരു ഇതാണ്, ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേന്ദ്രത്തിൻ്റെ മാത്രം 8.34 സംസ്ഥാനങ്ങളുടെയും കൂടി ചേർത്തപ്പോൾ അത് 9.88. ഇനി നമുക്ക് അടുത്ത വർഷം, അതായത് അങ്ങനെ അത് കടക്കെണിയിലെത്തിയ അവസ്ഥ. ഇനി അതിനെ LPG അംഗീകരിച്ച് നടപ്പാക്കി എപ്പോഴേക്കും നമ്മുടെ അവസ്ഥ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയുന്നു. അപ്പോൾ കുറഞ്ഞപ്പോൾ കുറഞ്ഞ സമയത്ത് 91-92 LPG 90-91 നമ്മൾ LPG കൊണ്ടുവരുന്നു. 91-92 ബജറ്റിൽ 5.90 ഫിസ്ക്കൽ ഡെഫിസിറ്റ്. കേന്ദ്രത്തിൻ്റെ മാത്രം ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5.90. ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ അത് 5.1 ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇനി അന്ന് 91-92 കമ്പൈൻഡ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? 7.36. അപ്പോൾ ആ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കമ്പൈൻഡ് ആകുമ്പോൾ കൂടിയിരിക്കും എന്നർത്ഥം. എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ കടം പോലും കടബാധ്യതയും കൂടി ചേർന്നതാണ് സെൻട്രലിൻ്റെ കമ്പൈൻഡ് ഡെറ്റ്. അതായത് കൂട്ടിച്ചേർക്കപ്പെട്ട കടമെന്നോ സംയുക്ത കടമെന്നോ മറ്റോ അതിനെ വിളിക്കാം. അപ്പോൾ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കേന്ദ്രത്തെ പഴിചാരാനായിട്ട്. സംസ്ഥാനം ഒറ്റയ്ക്ക് കടക്കണിയിലേക്ക് പോയാലും സംസ്ഥാനങ്ങൾ മൊത്തമായിട്ട് കടക്കണിയിലേക്ക് പോയാലും അത് കേന്ദ്രം കടക്കണിയിലേക്ക് പോകുന്നതിന് ഏകദേശം തുല്യമാണ്. അപ്പോൾ അങ്ങനെ കേന്ദ്രത്തെ, അതായത് ഇന്ത്യയെ തന്നെ കടക്കണിയിലേക്ക് ഇപ്പോൾ തന്നെ 3 സംസ്ഥാനങ്ങൾ 35% കടമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ സ്ഥിതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ അങ്ങനെ അധിക കടമെടുക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്താൽ കേന്ദ്രവും ഈ സംസ്ഥാനങ്ങളും ഒന്നിച്ച് വീണ്ടും കടക്കണിയിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാനാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2002 കേന്ദ്രവും 2003 സംസ്ഥാനങ്ങളും കൊണ്ടുവന്നത്. അതനുസരിച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% നിജപ്പെടുത്തണം. അപ്പോൾ ഇപ്പോൾ 5.1 കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അടുത്ത പൂർണ്ണ ബജറ്റ് വരുമ്പോഴത്തേക്കും അത് വീണ്ടും താഴ്ത്തും. 2025-26 ആകുമ്പോഴത്തേക്കും അതിനെ 3% കൊണ്ടുവരുമെന്ന് തന്നെയാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട് നമുക്ക് ചിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2025-26 എന്ത് സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടിൻജൻസീസ് ഉണ്ടായാൽ, സാഹചര്യങ്ങളുണ്ടായാൽ ചിലപ്പോൾ വീണ്ടും കടം വർദ്ധിച്ചെന്നിരിക്കും. അത് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2019-20 കോവിഡ് പോലെയുള്ള എന്തെങ്കിലും മഹാമാരി വന്നാൽ, അല്ലെങ്കിൽ വലിയൊരു വെള്ളപ്പൊക്കം വന്നാൽ, വരൾച്ച വന്നാൽ ഒക്കെ ഈ സ്ഥിതിക്കൊക്കെ മാറ്റം വരാം. അതൊക്കെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ സാമ്പത്തിക സാഹചര്യങ്ങളെ എപ്പോഴും വിലയിരുത്താനായിട്ട്. അപ്പോൾ ഈ കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറയുന്നത് ആണ് കേന്ദ്രത്തിൻ്റെ കടമായിട്ട് സാധാരണ
വിമർശകവും ഞങ്ങളുടേത് ഇത്ര ചെറുതാണ്, സംസ്ഥാനത്തിൻ്റേത്, കേന്ദ്രത്തിൻ്റേത് ഇത്ര വലുതാണ് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ അത്ര വലിയ കടമായിരിക്കുന്നത് കമ്പൈൻഡ് ഡെറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനും വേണ്ട ഒരു എന്താ പറയുക, ഒരു മൃദു സമീപനം കേന്ദ്രത്തോട് നമുക്കുണ്ടായിരിക്കണം. നമ്മെ കുറ്റപ്പെടുന്നത് നമ്മെ നശിപ്പിക്കാനല്ല, നമ്മെ വലിയ കടത്തിൻ്റെ കുഴിയിലേക്ക് പോകാതിരിക്കാനാണ് എന്ന സമചിത്തതയോടെ അത് കാണാൻ നമുക്ക് കഴിയണം.